നമസ്തേ. സനാതനധർമ്മം പാഠശാല എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൗഢസംഗമവും രാമായണ സംഗമവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പാഠശാല അധ്യാപകനും സംയോജകനുമായ രാജേഷ് നാദപുരം നിർവഹിച്ചു. യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന വിഷയത്തിൽ സ്വന്തം കർമ്മമണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രൗഢസംഗമം നടന്നത്. രാമായണത്തെ കൂടുതൽ അറിയുക, പ്രചരിപ്പിക്കുക എന്ന മഹത്തായ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഭാഷകനായ രാജേഷ് നാദാപുരത്തിന്റെ നേതൃത്വത്തിലാണ് രാമായണ സംഗമം നടന്നത്. കൈയുടെ അച്ഛനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭരതനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഈ അശ്രദ്ധയോടുകൂടി രാമന്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചു. നാളെ രാവിലെ 10 മണിക്ക് രാമനെ യുവരാജാവായിട്ട് വാഴിക്കണം. ഇതായിരുന്നു ആഗ്രഹം. ലോകത്തിന് സന്തോഷമായി. എല്ലാവരും സ്നേഹിക്കുന്ന രാമനാണ് നാളെ പുതിയ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും സന്തോഷിച്ചൊരമ്മയുണ്ടായിരുന്നു, അതാണ് കൈകേയി മാതാവ്. എന്നാൽ പട്ടാഭിഷേകത്തിന്റെ തലേ ദിവസം സായം സന്ധ്യയിൽ അവൾ വന്നു മന്ധര. തുടർന്ന് രാമായണ പ്രശ്നോത്തരി വിജയികൾക്ക് സമ്മാനദാനവും കലാപരിപാടികളും നടന്നു. അവധി കാലഘട്ടങ്ങളിൽ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പരിപാടികൾ നടത്താനാണ് പദ്ധതിയുടെ ഉദ്ദേശം.